പാച്ച പിന്നെ ഞാൻ തപ്പി നടക്കുവായിരുന്നു. ഇന്നലെ നീയേ മറ്റേ സംഗപ്പുരമൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ 2 പെമ്പിള്ളേർ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ ഇടത്തെ സൈഡിൽ ചുവപ്പ് ഉടുപ്പിട്ട് ചുവപ്പ് സൈക്കിളിൽ വന്ന കൊച്ചാല ആ ട്യൂട്ടർ കഴിഞ്ഞപ്പോഴാ അതെ എന്റെ ബെസ്റ്റിയാ ബ്രോ. ബെസ്റ്റിയാ? എടാ എടാ ബെസ്റ്റിക്ക് ലൈനുണ്ടോ? ലൈനില്ല. എനിക്ക് സെറ്റാക്കി തരുമോ? തനിക്കെന്റെ അച്ഛന്റെ പ്രായമില്ലേടോ. തനിക്കൊന്ന് കല്യാണം കഴിച്ചൂടെ? നമ്മുടെ അമ്മയുള്ള ബന്ധം വെച്ച് നീ എന്നോട് ഇങ്ങനെ പറയല്ലേടാ വാച്ച. പിന്നെയൊക്കെ നമ്മള് കൊച്ചിലോട്ട് കാണാൻ തുടങ്ങിയതാ. ഒന്നും പറഞ്ഞ് എന്റെ ബെസ്റ്റിയെ തനിക്ക് ലവറാക്കി തരണം. എടാ പാച്ച മന്തി വാങ്ങി തരാം നിനക്ക്. മന്തി, കുഴിമന്തി. മന്തി വാങ്ങി തന്നാൽ ഓ പോരടാ. മന്തിയുടെ പെപ്സി വാങ്ങി തരാമോ? പെപ്സി ഓക്കെ. അവളെ എങ്ങനെ വളയ്ക്കും? അവളുടെ എന്തേലും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞോ. അവക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. എന്തുവാ? അവക്ക് ഹസ്കി ഡാൻസ് ഭയങ്കര ഇഷ്ടമാ. അതെന്തുവാ? ഹസ്കി ഡാൻസ് അറിഞ്ഞോടാ മണ്ട. ഇൻസ്റ്റാഗ്രാമിലെ പുതിയ റീല്. ഓ മനസ്സിലായില്ല. പട്ടി കളിക്കുന്ന ഡാൻസ് അല്ലേ? അത് തന്നെ. അതൊക്കെ നമുക്ക് കളിക്കാം. ഇപ്പൊ കളിക്കണം. കളിച്ചൊന്ന് കാണിച്ച വെക്കട്ടെ. ഇതല്ലേ? ഇത് തന്നെ. പക്ഷെ കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. എന്നിട്ട് ആ പെണ്ണിനോട് ഞാൻ പറഞ്ഞ സെറ്റാക്കി തരാം. ശരി, മന്തിയും പെപ്സിയും വേണം. ഡാം ഷുവർ. നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടോ ബ്രോ? ഉണ്ട്. ഞാൻ നിന്നെ ഒടിക്കത്തില്ല മച്ചാനെ. നീ നമ്മളെ പയ്യനല്ലടാ. ഉറപ്പാണല്ലോ. എടാ അവളെ കണ്ടപ്പോ തന്നെ മറ്റേ ധീര സിനിമയ്ക്കകത്ത് രാംചരൻ കാജലകളെ കാണുമ്പോ അടിക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനം എനിക്ക് അടിച്ചതാ. ഇനി എന്റെ ജീവിതത്തിൽ വേറെ പെണ്ണില്ല. എനിക്ക് അവള് മതി. എന്റെ പാച്ച നീ എന്ത് ചെയ്തിട്ടാണേലും നിനക്ക് ഞാനൊരു 100 മന്തി വാങ്ങി തരാം. എനിക്ക് അവളെ ഒന്ന് സെറ്റ് ആക്കി തരാം. ഞാൻ സെറ്റാക്കി തരാം. ഓക്കെ ഡീൽ. എവിടെ ഞാൻ കാണാൻ പറഞ്ഞു? നാളെ ഞങ്ങൾ ട്യൂട്ടർ കഴിഞ്ഞ് വരുമ്പം ആളെ നാളെ ഇഷ്ടമാണെന്നൊന്നും പറയണ്ട.